കേന്ദ്രത്തിൽ NDA സഖ്യത്തിന് 400 സീറ്റ് പ്രതീക്ഷ ഒരു അഹങ്കാരമാണ്. പരമാവധി 310 സീറ്റ് കിട്ടാം. BJPക്ക് ഏറിയാൽ 280. ഉത്തരേന്ത്യയിൽ BJPക്ക് സീറ്റ് കൂടുന്നത് UPയിൽ മാത്രം. കർണാടകയിൽ പാതിയാകും. തമിഴ്നാട്ടിലാകട്ടെ 2 സീറ്റും 22% വോട്ടും നേടി BJP മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി ഉയരും. ആം ആദ്മിയുടെ ക്ലീൻ ഇമേജ് പോയി തിരിച്ചു കിട്ടാനിടയില്ല. 75 വയസ്സ് ഒരു പ്രശ്നമല്ല. മോദി അടുത്ത 5 കൊല്ലവും ഭരിക്കും. പിൻഗാമിയെ തീരുമാനിക്കുന്നത് അമിത്ഷാ അല്ല, RSS ആണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ പ്രവചിക്കുന്നത് തിരഞ്ഞെടുപ്പ് സർവേ വിദഗ്ധനും കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ G. ഗോപകുമാർ ആണ്. ഇപ്പോൾ 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി 2 ഘട്ടം കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ BJPയുടെ ദേശീയ തലത്തിൽ അവരിപ്പോൾ ആദ്യം പറഞ്ഞത് 400 സീറ്റ് എന്നാണ്. പിന്നീട് അതിൽ നിന്നൊക്കെ പിന്നോക്കം പോയി. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഡോക്ടർ G. ഗോപകുമാർ എത്ര സീറ്റിന് അല്ലെങ്കിൽ എത്രയാണ് അവരുടെ ഒരു മാർജിൻ വരാവുന്നത് എന്ന് കണക്കാക്കുന്നു? മുമ്പ് ഇതേക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും ഒരിക്കലും BJPക്ക് 400, 370, 350 കിട്ടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷിക്കുന്നുമില്ല, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. BJPക്ക് നേരിയ ഭൂരിപക്ഷം കിട്ടാനുള്ള ചാൻസാണ് ഉള്ളത്. കുറച്ച് NDAയുടെ കുറച്ച് മറ്റ് സഖ്യകക്ഷികളിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ബിജു ജനതാദൾ പുറത്ത് നിൽക്കുകയാണെങ്കിലും അത്യാവശ്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPയെ സഹായിക്കാൻ സാധ്യതയുണ്ട്. ഒറീസയിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വളരാതിരിക്കണമെങ്കിൽ BJPയെ പിന്തുണയ്ക്കുമെന്നുള്ളതുകൊണ്ട്. അതുപോലെ ജനതാദൾ സെക്കുലറും ജനതാദൾ യുണൈറ്റഡിനും, അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ ഒരു 10-15 സീറ്റ് 20 സീറ്റിൻ്റെ ഉൾപ്പെടെ കിട്ടുമ്പോൾ ഏതാണ്ട് NDAയ്ക്ക് ഒരു 300-310 സീറ്റിനടുത്ത് കിട്ടും. BJPക്ക് കഷ്ടിച്ച് ഒരു 290, 280, 290 സീറ്റ് കിട്ടും. ആ നിലയ്ക്ക് ഒരു നേരിയ ഭൂരിപക്ഷത്തിനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. ഈ എന്തുകൊണ്ട് അവർ 400 പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഓവർ കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ അതിമോഹമാണ്. പ്രത്യേകിച്ച് 3 അസംബ്ലി സീറ്റൂടെ അസംബ്ലി സംസ്ഥാനങ്ങളിൽ ജയിച്ചപ്പോൾ, ഛത്തീസ്ഗറും മധ്യപ്രദേശും രാജസ്ഥാനും ജയിച്ചപ്പോൾ അത് BJPക്ക് ഒരു അമിത ആത്മവിശ്വാസം നൽകി. ആ അമിത ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ കുറച്ച് അബദ്ധങ്ങൾ കാണിച്ചു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത സമയം, തെറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, ഇല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യാമായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആൾക്കാരുടെ ഇടയിലുണ്ടായി. അങ്ങനെ അമിത വിശ്വാസവും ഒരല്പം അഹങ്കാരവും വന്നു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് BJP തുടങ്ങിയിടത്തല്ല ഇപ്പോൾ അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞോടുകൂടി BJPക്ക് പഴയതുപോലെ ഒരു വലിയൊരു ആത്മവിശ്വാസമില്ല. പക്ഷേ എന്നാലും ഞാൻ പൊതുവിലൊന്ന് നോക്കുമ്പോൾ BJPക്ക് അനുകൂലമായ, ഇപ്പോഴും ഭരിക്കാൻ അനുകൂലമായ സാഹചര്യം കാണുന്നുണ്ട്. നേരിയ ഭൂരിപക്ഷം 272 എന്നുള്ളത് വേണമെങ്കിൽ 280, 265 ഒക്കെ ആകാം. അങ്ങനെ എന്നാലും ഭരണം തുടർച്ച മോദി ഭരണത്തിനാണ്. NDA സഖ്യകക്ഷികൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. BJPക്ക് പ്രധാനപ്പെട്ട സീറ്റ് കിട്ടുന്ന 5 സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് UP, ബീഹാർ, ബംഗാൾ, മഹാരാഷ്ട്ര, കർണാടക. ഈ 5 സംസ്ഥാനങ്ങളിലെ സ്ഥിതി പൊതുവിൽ, കാരണം അവർക്ക് മാക്സിമം കിട്ടാവുന്ന സീറ്റുകളാണ് ഈ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ കിട്ടിയത്. ഗുജറാത്ത് പിന്നീട് വരുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത്. പ്രധാനപ്പെട്ട കർണാടകയിലെ 28 സീറ്റിൽ 26 കിട്ടി. അപ്പൊ അത് കവർ ചെയ്ത് പിന്നീട് പോകുക എന്നുള്ളത് വലിയൊരു പ്രയാസപ്പെട്ട കാര്യമാണ്. UPയിലെ 80 സീറ്റിലെ 63 സീറ്റിലേക്ക് അവരെത്തുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് അവർ ഈ ഇത്രയധികം സീറ്റിലേക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്? അതെ, BJPക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ തവണ തന്നെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തി. ഇപ്പോൾ 26 സീറ്റും ജയിച്ചു ഗുജറാത്തിൽ, രാജസ്ഥാനിൽ സീറ്റുകളെല്ലാം കിട്ടി. അതേപോലെ മധ്യപ്രദേശിൽ 29 സീറ്റുണ്ട്, അതിൽ 28 കിട്ടി. അപ്പോൾ പിന്നെ അതിലോട്ട് എന്ത് മുന്നേറുന്നുള്ള സത്യമാണ്, അത് പറഞ്ഞതിനകത്ത് പ്രസക്തിയുണ്ട്. പക്ഷേ ഇതിൽ ഒരു വ്യത്യാസം കാണുന്നത് ഉത്തർപ്രദേശാണ്. നോർത്ത് ഇന്ത്യയിൽ BJPക്ക് പ്രസക്തി കൂടുതൽ വരുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 2-3 കാര്യങ്ങളുണ്ട്. രാമക്ഷേത്രം നിർമ്മിച്ചതൊരു ഘടകമാണ്, മോദി ഫാക്ടർ ഒരു ഘടകമാണ്, സോഷ്യൽ വെൽഫെയർ പോളിസീസ് കാര്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തൊരു ഘടകമാണ്. പിന്നെ യോഗിയുടെ മുഖ്യമന്ത്രി പദത്തിൻ്റെ ശക്തി കൊണ്ട് അവിടെ ഉണ്ടാക്കിയ മാറ്റം, പ്രത്യേകിച്ച് നിയമവാഴ്ചയിലുണ്ടായ പ്രസക്തി, സ്ത്രീകളുടെ പിന്തുണ. അപ്പോൾ ചുരുക്കത്തിൽ BJP എവിടെയെങ്കിലും സീറ്റ് വർദ്ധിക്കുമെങ്കിൽ അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ സീറ്റുകൾ വർദ്ധിക്കാൻ വേണ്ടിയാണ് 63 എന്നുള്ളതാണ് അവർ 70-72 വരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് കുറച്ചൊക്കെ കോമ്പൻസ് ചെയ്യാൻ പറ്റും. പശ്ചിമ ബംഗാളിൽ വ്യക്തമായ പോളറൈസേഷനാണ്. ആ പോളറൈസേഷൻ മുസ്ലിം സപ്പോർട്ട് മമതയ്ക്കും ഹിന്ദു ബേസിൻ്റെ സപ്പോർട്ട് BJPക്കാണ്. അതുകൊണ്ട് BJP അവിടെ ഉള്ള 42 സീറ്റിൽ കഴിഞ്ഞ തവണ 18 കിട്ടി, അത് ചിലപ്പോൾ 20-22 ആയി മാറാം. ചെറിയ രീതിയിൽ വർദ്ധിക്കാൻ പറ്റും, അങ്ങനെ ഒരു സാധ്യത. പിന്നെ ഒഡീഷയിലുള്ളത് ഒരു ഫ്രണ്ട്ലി ഫൈറ്റാണ്. രണ്ടായാലും NDAയുടെ ബാഗിലോട്ടാണ് പോകുന്നത്. പക്ഷേ BJPക്ക് തന്നെ ഒറീസയിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ്
കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നഷ്ടം വരുന്ന സൗത്ത് ഇന്ത്യയിൽ കർണാടകയിലാണ്. കർണാടകയിൽ തീർച്ചയായിട്ടും നഷ്ടം വരും. അത് ഈ രേവണ്ണ സംഭവം ഉണ്ടായതിനു ശേഷം കൂടുതൽ പ്രസക്തി ഉണ്ടായി, ആഘാതം ബി ജെ പിക്ക് ഉണ്ടായി. അത് വളരെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നതല്ല. 28 സീറ്റ് അത് പകുതിയെങ്കിലും കിട്ടുമോ എന്ന്, 14എങ്കിലും കഴിഞ്ഞാണ് 25 വരെ കിട്ടിയതാണ്. അപ്പോൾ അവിടെ ഒരു 10 സീറ്റിൻ്റെയെങ്കിലും കുറവ് ഇവിടെ ഉണ്ടാകും, കർണാടകയിലുണ്ടാകും. ബീഹാറിൽ ഞാൻ കാണുന്നത് 30 സീറ്റ് എൻ ഡി എക്കും 10 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന്. അതാണ് കാണുന്നത്. ഉള്ള പിന്തുണ ശക്തമാണ് ബീഹാറിൽ. ബസ്വാനും നിതീഷ് കുമാറും. അപ്പോൾ ആ ഫാക്ടർ ബി ജെ പിക്ക് ഗുണം, ബീഹാർ അവർക്ക് ഗുണം ചെയ്തു. മഹാരാഷ്ട്രയിൽ സ്പ്ലിറ്റ് ഔട്ടാണ്. അല്ല, ബീഹാറിനെ കുറിച്ച് കുറച്ചുകൂടെ പറയാനുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത വർഷം പ്രവേശിക്കുകയാണ്. ചിരാഗ് പാസ്വാൻ വളരെ പ്രചാരമുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മുഖമായി രാഷ്ട്രീയത്തിൽ മാറിക്കഴിഞ്ഞു. അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൗണ്ട് ഡൗൺ ആയിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ മാറിക്കൂടാന്നില്ല. തീർച്ചയായിട്ടും നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി മോഹം നടക്കില്ല എന്ന് അറിഞ്ഞോടുകൂടി തിരിച്ച് എൻ ഡി എ സഖ്യത്തിൽ വന്നു. എൻ ഡി എയിൽ ഇരുന്ന് ഇന്ത്യ സഖ്യത്തിൽ പോയി തിരിച്ച് എൻ ഡി എയിൽ വന്നു. അപ്പോൾ ചുരുക്കത്തിൽ നിതീഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ ഗുണം കിട്ടത്തില്ല. പക്ഷേ പസ്വാൻ ജൂനിയറിന് കുറച്ച് ഗുണം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേസമയം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ നിൽക്കുന്നു. എന്നാലും കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റില്ല. കഴിഞ്ഞ തവണ 39 കിട്ടി, ഇത്തവണ ഒരു 30 കുറയാൻ വേണം. അപ്പോൾ അവിടെയും കുറവാണ്. അവിടെ ഞാൻ നേരത്തെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് സീറ്റുകൾ 303 നിന്ന് താഴോട്ട് വരുന്നതിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നേരിയ ഭൂരിപക്ഷത്തിനുള്ള സാധ്യതയോ കുറച്ച് താഴെയോ നിൽക്കാനുള്ള ചാൻസോ. പിന്നെ എൻ ഡി എ ആയതുകൊണ്ട് ഭരണം തുടർച്ചയ്ക്കുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ബി ജെ പിക്ക് ചില ഗുണങ്ങളുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ബി ജെ പി വാഷ് ഔട്ട് അല്ല. കാരണം തെലുങ്കാനയിൽ ഹൈദരാബാദ് നമുക്കറിയാം AIMIM ജയിക്കത്തുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് BRS അപ്രസക്തമായി. ആ സ്ഥാനത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് മത്സരമാണ്. അപ്പോൾ മിക്കവാറും 16 എന്നുള്ള സീറ്റിനകത്ത് 9-7, 8-8 എന്നുള്ള നിലയിൽ അത് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ബി ജെ പിക്ക് അവിടെ 4 സീറ്റിൽ കൂടുതൽ എന്ത് കിട്ടുന്നത് നല്ലതാണ്. കഴിഞ്ഞാണ് 4 കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞാണ് 0 സീറ്റ് കിട്ടിയ ആന്ധ്രാപ്രദേശിൽ ഇത്തവണ TDP സഖ്യത്തിൽ കയറി അവിടെ YSRCPക്കെതിരെ ഉള്ളൊരു വികാരമാണ് ശക്തമായതുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അവിടെ ഒരു 4 സീറ്റെങ്കിലും കിട്ടും. മാത്രമല്ല TDPക്ക് അനുകൂലമായ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതും NDA സഖ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് സൗത്ത് ഇന്ത്യ ബി ജെ പിക്ക് അത്ര ദോഷം ചെയ്യുന്നില്ല, കർണാടക ഒഴിച്ച്. തമിഴ്നാട്ടിലും ബി ജെ പി 2 സീറ്റ് പ്രതീക്ഷിക്കുന്നു. അത് കോയമ്പത്തൂറും തിരുനെൽവേലിയാണ്. ചിലർ പറയുന്ന പുതുച്ചേരിയും ജയിക്കാൻ ചാൻസ് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും 2 സീറ്റുകൾ പ്രതീക്ഷിക്കാവുന്ന റീസണബിളി പ്രതീക്ഷിക്കും. കാരണം ബി ജെ പി അല്ലാതെ തന്നെ വളർന്നു. ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണ 6.5%, ഇത്തവണ അവർ 22%. അപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷമായിട്ടൊരു കുതിച്ചുചാറ്റം. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷിയായി വരും. ഒരു ദ്രാവിഡ കക്ഷിക്ക് എതിരായിട്ട് വന്ന ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പി തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷിയാവുകയാണ്. അതിൻ്റെ മാറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കാണാം. അപ്പോൾ ചുരുക്കത്തിൽ ചില നഷ്ടങ്ങളുണ്ടാകുന്നു. ഒരു 10-40 സീറ്റ് ബി ജെ പിക്ക് നഷ്ടം ഉണ്ടാകും. പക്ഷേ അതിനകത്തൊരു 10-15 സീറ്റ് കിട്ടും. അപ്പോൾ എന്നാലും മൊത്തത്തിൽ ഒരു 25 സീറ്റിന് കുറവ് വന്നു കഴിഞ്ഞാൽ അത് പറയുന്ന ഒരു 275-അടുത്ത് 270-ലോ 265-ലോ ഒക്കെ കൊണ്ട് നിൽക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഭരണ തുടർച്ചയുണ്ടാകും. പക്ഷേ നേരിയ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ NDAയുടെ സഹായത്തോടു കൂടിയുള്ള ഭരണമോ ആണ് ഇനി വരാൻ സാധ്യത. പറഞ്ഞ കൂട്ടത്തിൽ സാറ് മഹാരാഷ്ട്ര പറയാൻ വിട്ടുപോയി. കാരണം പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട മുന്നണികളും വളരെ ശക്തമായ മത്സരം. അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്പ്ലിറ്റ് വോട്ടാണ്. ശരത് പവാറിന് അനുകൂലമായ സാഹചര്യമില്ല. എന്നാൽ ഉദയ് താക്കറയുടെ അടുത്ത് സിമ്പതിയുമുണ്ട്. ഉദ്ധവ് താക്കറെ അതാണ് അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇടയ്ക്ക് ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ സന്ദീപ് ശാസ്ത്രി എന്നോട് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, പ്രധാനപ്പെട്ട 2 പാർട്ടികൾ റീജിയണൽ പാർട്ടീസ് അപ്രസക്തമായി. NCP ഇനി നോ മോർ എ നാഷണൽ പാർട്ടി, അതില്ലെങ്കിലേ തന്നെ പ്രാദേശിക പാർട്ടിയായി. ശരത് പവാറിൻ്റെ ഫാക്ഷൻ ദുർബലപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ പാർട്ടി അജിത് പവാറാണ് ശക്തമായത്. അപ്പോൾ അജിത് പവാർ ശക്തമായി നിൽക്കുന്നു. അതേസമയം ഷിൻഡേയേക്കാൾ ശക്തമാണ് താക്കറെ. അപ്പോൾ ഈ നിലയ്ക്ക് അപ്പോൾ ഇത് രണ്ടുമല്ല, 2 പ്രാദേശിക പാർട്ടികളുടെയും സ്പ്ലിറ്റ് ഫാക്ഷൻസ് അല്ല തീരുമാനിക്കുന്നത്, കോൺഗ്രസും BJPയുമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ മഹാരാഷ്ട്രയിൽ സ്ട്രെയിറ്റ് നാഷണൽ പൊളിറ്റിക്സ് ആണ്. ആ നാഷണൽ പൊളിറ്റിക്സിൻ്റെ പ്രസക്തിയിൽ ഇന്ത്യ സഖ്യത്തിന് എത്ര വളരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ തരംഗമില്ല മഹാരാഷ്ട്രയിൽ തരംഗമില്ല. അപ്പോൾ ചുരുക്കത്തിൽ അത് ഡിവൈഡ് ചെയ്ത് പോകാനാണ് സാധ്യത. ആ നിലയ്ക്ക് ഒരു പൊളിറ്റിക്സ്. പക്ഷേ അവിടെ ഒരു പ്രക്ഷോഭം 2 രീതി നടക്കുന്നു. ഒന്ന് മറാത്ത സംവരണത്തിന് വേണ്ടി ഒരു പ്രക്ഷോഭം, കർഷകരുടെ പ്രക്ഷോഭം. ഇതൊക്കെ ഭരണവിരുദ്ധമായി മാറത്തില്ലേ? അതെ, അത് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അതിനെ പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള മറാത്ത വിഭാഗവും മുസ്ലിം വിഭാഗവും BJP വിരുദ്ധരാണ്. മാമു എന്നാണ് പറയുന്നത്. മഹാരാഷ്ട്ര മറാത്ത മുസ്ലിം ഈ കോalitionആണ് BJPക്ക് ശക്തമായൊരു വെല്ലുവിളി ഉണ്ടാക്കുന്നത്. അത് കോൺഗ്രസിലേക്ക് തന്നെ പോകും, സംശയമൊന്നുമില്ല. പക്ഷേ ഇത് മറുവശത്ത് ക്രോഡീകരണം എത്ര ഉണ്ടാക്കും എന്നുള്ളതും കാണേണ്ടതാണ്.
അപ്പോൾ ഈ തരത്തിലാണ് അവിടുത്തെ പൊളിറ്റിക്സ് പോകുന്നത്. പക്ഷേ BJP വൃത്തങ്ങൾ പൊതുവിൽ മഹാരാഷ്ട്രയിൽ അത്ര സിനിക്കലല്ല, അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അവർ പറയുന്ന അത്ര മോശമാവില്ല. 48 സീറ്റുകളുള്ള ഒരു സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട. അതെ, അപ്പം അവിടെ 20 സീറ്റെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോഴും സീറ്റുകൾ കുറയുകയാണ്, കഴിഞ്ഞാണത്തെ അപേക്ഷിച്ചുള്ള സീറ്റുകളുടെ എണ്ണം കുറയുകയാണ്. പിന്നെ ഷിൻഡെ ഫാക്ഷൻ എത്ര കിട്ടുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്സ് വേറെ രീതിയിലാണ്, ഈ പറഞ്ഞത് ശരിയാണ്. പിന്നെ മഹാരാഷ്ട്രയിലെ സംസ്ഥാന സംഘടനാവാദവും ഒക്കെയുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതെല്ലാം അവിടുത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാം. അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മോദി തരംഗമില്ല, തരംഗം കുറഞ്ഞു. എന്നാൽ മോദി വിരുദ്ധതയ്ക്ക് ശക്തിയുമില്ല. ഇത് രണ്ടിനും ഇടയ്ക്കാണ്. ഇത് രണ്ടിനും ഇടയ്ക്കുള്ളൊരു ബാലൻസാണ്. മോദി വിരുദ്ധ തരംഗവുമില്ല, മോദി അനുകൂല തരംഗവുമില്ല. പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് നിയർ സ്റ്റാറ്റസ് കോയ്ക്ക് പോകാനുള്ള ഒരു പ്രൊജക്ഷനാണ് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കാണുന്നത്. മറുവശത്ത് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് വന്ന് ഒറ്റക്കെട്ടായി നിന്ന് 77 പ്രതിപക്ഷകക്ഷികൾ വളരെ പെട്ടെന്ന് എങ്ങനെ സംഘടിച്ചു, അങ്ങനെ ആ രീതിയിലുള്ളൊരു NDA വിരുദ്ധ BJP വിരുദ്ധ ഒരു കൊടുങ്കാറ്റുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്ഥിതി മാറിയേനെ. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തേക്ക് പോയ നിതീഷ് കുമാർ തിരിച്ചു NDA സഖ്യത്തിൽ വന്നു. പലപ്പോഴും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ട് ഇണങ്ങുകയും ചെയ്തു. മമത പിണങ്ങി മാറി നിന്നു, ഇപ്പോഴും മാറി നിൽക്കുകയാണ്. പക്ഷേ വേണ്ടി വന്നാൽ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കാമെന്ന് പറയും. ഇതെന്ത് രാഷ്ട്രീയമാണ്? അപ്പോൾ ചുരുക്കത്തിൽ പ്രതിപക്ഷ സഖ്യം യുണൈറ്റഡ് അല്ല. അതിൻ്റെ ഗുണം BJPക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഈ ജയിൽ മോചിതനായ കെജ്രിവാൾ 5 സംസ്ഥാനങ്ങളും 22 സീറ്റുകളുള്ള ദേശീയ മുഖമാണ് കെജ്രിവാൾ. ഈ കെജ്രിവാളിന്റെ ജയിൽ മോചനവും തുടർന്നുള്ള അദ്ദേഹം മുന്നോട്ട് വെച്ച 75 എന്നുള്ള ഒരു വയസ്സും ഒക്കെ വലിയ ചർച്ചയ്ക്ക് വിഷയമായി. എങ്ങനെയായിരിക്കും കെജ്രിവാളിന്റെ ഒരു സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്? കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും സ്വാധീനം ഏറ്റവും കൂടുതൽ വരുന്നത് ഡൽഹി, പഞ്ചാബ്, ഹരിയാന ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഡൽഹി ഒരു സംസ്ഥാനം അല്ലെങ്കിൽ പോലും അവിടുത്തെ 7 മണ്ഡലങ്ങൾ പ്രധാനമാണ്. ഡൽഹിയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മാറും. പിന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത സമയം ഏറ്റവും മോശമാണ്. അത് BJPയുടെ രാഷ്ട്രീയ മാനേജ്മെൻറ്റ് കാണിച്ച ഏറ്റവും വലിയ അബദ്ധമാണെന്ന് തിരിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടിക്കുള്ള ആരോപണത്തിൻ്റെ പിന്നിൽ കുറച്ച് വസ്തുതയുമുണ്ട്. അത് തീരെ കാര്യമില്ലാതെ മദ്യനയത്തിനകത്ത് അഴിമതിയുണ്ടെന്ന് ആദ്യം പറഞ്ഞ കോൺഗ്രസ്സാണ്, പിന്നീടാണ് BJP പറഞ്ഞത്. പക്ഷേ ഇതൊരു അവസരമായി ദുരുപയോഗപ്പെടുത്തിയത് BJPയാണ്. ഇലക്ഷൻ ടൈം ആയത്. നേരത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു ഇമേജ് ഉണ്ട്, ഒരു ക്ലീൻ ഇമേജ് നഷ്ടപ്പെട്ടു, അത് പോയി എന്നുള്ളതാണ്. എന്നാലും ആം ആദ്മി പാർട്ടിക്ക് കുറച്ചൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലുമാണ്. പക്ഷേ പഞ്ചാബിൽ BJPക്ക് ഒട്ടും പ്രസക്തിയില്ല. അവിടെ നേരിട്ടുള്ള ഫൈറ്റ് വരുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചാബിൽ കോൺഗ്രസ്സിനൊരു എഡ്ജ് ഉണ്ടെന്നാണ്, ആം ആദ്മി പാർട്ടിക്കല്ല എന്നാണ്. അതേസമയം ഹരിയാനയിൽ 3 ഫാക്ഷൻസിനും ഏതാണ്ട് 3 പാർട്ടികൾക്ക്, അതായത് ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, BJP ഈ 3 പേർക്കും 10 സീറ്റുകൾ വീതിച്ചു പോകാനാണ് സാധ്യത. അവിടെ പൊതുവിലൊരു തരംഗമില്ല. അപ്പോൾ അതിനകത്ത് 3 പേർക്ക് ഏതാണ്ട് അടുത്തടുത്ത് കിട്ടും, 3, 4, 3 എന്നുള്ള നിലയിലായിരിക്കും അത് അവസാനിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഹരിയാന 10 സീറ്റ് BJP കൊണ്ടുപോയതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ ശക്തി നിൽക്കും, പക്ഷെ അവർ വളരുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിലെ കക്ഷി സമ്പ്രദായം നോക്കിയാൽ, ദേശീയ പാർട്ടികൾ നമുക്ക് നോക്കിയാൽ 6 ദേശീയ പാർട്ടികളാണുള്ളത്. കോൺഗ്രസും BJPയും, പിന്നെ വരുന്ന CPM, അത് കഴിഞ്ഞാൽ വരുന്ന ആം ആദ്മി പാർട്ടി, പിന്നെ BSP, പിന്നെ നമ്മളാരും അറിയപ്പെടാത്ത നാഗാലാൻഡിലുള്ളൊരു പാർട്ടിയാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി. അപ്പോൾ അത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക നിയമത്തിൻ്റെ സാഹചര്യത്തിലാണ് ഇവരൊക്കെ ആവുന്നത്. ശരിക്കും BJPയും കോൺഗ്രസും ആണ് ഇവിടുത്തെ ശരിയുള്ള ദേശീയ പാർട്ടികൾ. അപ്പോൾ അതിനകത്ത് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ സ്റ്റാറ്റസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ പഴയതുപോലെ BSPയുടെ അവസ്ഥ അതാണ്. BSP വളരെ ദുർബലമാവുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ. അത് BJPയുടെ ബി പാർട്ടിയായിട്ട് ബി സഖ്യമായി മാറുന്നു, ബി ടീമായി മാറുന്നു എന്ന് പറയാൻ കാരണം ഇന്ത്യ സഖ്യത്തിലും ഇല്ല, BJPയിലും ഇല്ല. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുകൾ തകർക്കാൻ ശ്രമിക്കും UPയിലും മധ്യപ്രദേശ് മായാവതി. അപ്പോൾ മായാവതി തെരഞ്ഞെടുപ്പിൽ കൂടി അപ്രസക്തമാകും. അപ്പോൾ BSPയുടെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആം ആദ്മി പാർട്ടി പഴയതുപോലെ ഒരു ഇമേജ് കൊണ്ടുവരുമെന്നുള്ള കാര്യവും സംശയമാണ്. കാരണം അതിൻ്റെ ക്ലീൻ ഇമേജ് പോയി എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു ഹൈപ്പ് കൊടുത്തു മീഡിയ, പക്ഷേ ആ ഹൈപ്പ് പിന്നെ അതങ്ങോട്ട് താഴോട്ട് വരുന്നതാണ് കാണുന്നത്. പിന്നെ 75 വയസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് മാധ്യമ രംഗത്ത് സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അങ്ങനെയാണ് മോദി വലുതായതും അദ്വാനിയെയും മുരളീധര മനോഹർ ജോഷിയൊക്കെ പുറത്താക്കിയതൊക്കെ ആ ഏജ് ഫാക്ടറാണ്. പക്ഷേ സ്വന്തം കാര്യത്തിൽ അത് പ്രാവർത്തികം ആകില്ല എന്ന് നമുക്കറിയാം. കാരണം
ഇന്ന് ബി ജെ പിയിലെ ഏറ്റവും ജനകീയൻ മോദി തന്നെയാണ്. ജയിക്കുകയാണെങ്കിൽ മോദി അടുത്ത 5 കൊല്ലവും ഭരിക്കും, തർക്കമൊന്നുമില്ല. സാമാന്യ ഒരുവിധ ആരോഗ്യവും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇടയ്ക്ക് വെച്ച് മാറുന്ന കാര്യം. ഇതിനൊക്കെ പുറമെ മറ്റൊരു കാര്യം, ആം ആദ്മി പാർട്ടിയെ പോലെയല്ല, കോൺഗ്രസ് പോലെയല്ല, ബി ജെ പി എന്നുള്ള അടിസ്ഥാനപരമായ ഐഡിയോളജിക്കൽ പാർട്ടിയാണ്, കേഡർ പാർട്ടിയാണ്. ആ കേഡർ ശക്തി ഉള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ മോദിയുടെ സക്സസ് ആണെന്ന് തീരുമാനിക്കുന്നത് അമിത്ഷായല്ല, യോഗിയല്ല, RSS ആണ്. ഇതറിയാവുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു അരവിന്ദ് കെജ്രിവാളിന് ഇത് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. പക്ഷേ ഈ ചർച്ച മുന്നിൽ കോൺഗ്രസിലാണെങ്കിൽ ഇത് ഈ സമയം കൊണ്ട് അഭിപ്രായ വ്യത്യാസം, ഒരു വാക്ക് പോലും മറുവശത്ത് വന്നില്ല എന്ന് മാത്രമല്ല, അമിത്ഷാ പറഞ്ഞ അടുത്ത 5 കൊല്ലവും മോദി തന്നെ ഭരിക്കുമെന്നാണ്. അപ്പോൾ ഒരു കേഡർ പാർട്ടിയിൽ, ഐഡിയോളജിക്കലി കമ്മിറ്റഡ് പാർട്ടിയിൽ, പ്രത്യേകിച്ച് അതിനൊരു ഇൻ്റലക്ച്വൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു RSS മറുവശത്ത് നിൽക്കുമ്പോൾ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് താഴോട്ട് വരുമ്പോൾ, ഇവരെല്ലാം RSS സ്കൂളിൽ കൂടി വളർന്നു വന്നതായതുകൊണ്ട്, അതുകൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസ്താവനയുടെ സാധ്യത, അതിൻ്റെ സാങ്കത്യവും നഷ്ടപ്പെട്ടു വരിക. ഇപ്പോൾ തെക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 131 സീറ്റാണ് തെക്കേ ഇന്ത്യയിൽ. തെക്കേ ഇന്ത്യയിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 131 സീറ്റുകളിൽ ഒരു കണക്കെടുത്താൽ BJPക്ക് എങ്ങനെ ഒരു സ്വാധീന ശക്തിയായിട്ട് മാറാൻ പറ്റും? കർണാടകയിലായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു സ്വാധീന ശക്തി ഇല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരാൻ പോകുന്നത്? അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്നുള്ള സ്റ്റിഗ്മ മാറ്റാനാണ് ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. അത് കണക്കാക്കിയാണ് അണ്ണാമലയെ കൊണ്ട് തമിഴ്നാട് നിർത്തി അവിടെ അതിനുള്ള പ്രവർത്തനത്തിനുള്ള സാഹചര്യം വർദ്ധിച്ചു. അദ്ദേഹം ആ നിലയ്ക്ക് പ്രവർത്തിച്ചെന്ന് മാത്രമല്ല ADMK പുറത്താക്കിയത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് DMK എതിർക്കുന്നത് ഒരു നാഷണൽ പാർട്ടിയാണ്, പ്രത്യേകിച്ച് ഒരു BJP ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദുത്വ പാർട്ടിയാണ്, ആൻറ്റി ദ്രവീഡിയൻ പാർട്ടിയാണ്. പക്ഷേ അണ്ണാമലയ്ക്ക് അവിടെ തമിഴ്നാട്ടിൽ നല്ലൊരു സ്വാധീന ശക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ TDP ആയിട്ട് സഖ്യമുണ്ടാക്കിയതുകൊണ്ട് ആന്ധ്രയിൽ ഒരു ഭേദപ്പെട്ട ജനസേന എന്ന് പറഞ്ഞൊരു പാർട്ടി, ഇങ്ങനെ ഒരു 3 പേരുള്ള ഒരു കോalitionാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കർണാടകയിൽ BJPക്ക് വാസ്തവം പറഞ്ഞാൽ നല്ല ശക്തി ഉള്ളതാണ്. പക്ഷേ ഈ രേവണ്ണ സംഭവത്തിന് ശേഷമുണ്ടായ ഒരു തിരിച്ചടിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണോ BJP വളർന്നത്, അതേപോലെ മിലിറ്റന്റ് ഹിന്ദു നാഷണലിസം ശക്തമായ വേരോട്ടം നടത്തിയൊരു സംസ്ഥാനം കർണാടകയാണ്. അത് കൂടുതലായതിൻ്റെ കുഴപ്പമാണുള്ളത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഴിമതി വന്നതാണ്, കൂടുതൽ കോൺഗ്രസ്സുകാരെ BJPയിൽ ചേർത്തതാണ് അബദ്ധമുണ്ടാക്കിയത്. അതിൽ നിന്ന് അവരെങ്ങനെയെങ്കിലും മാറി വരുമ്പോൾ JDU ആയിട്ട് നടത്തിയ ഒരു സഖ്യം, JDS സഖ്യം, അത് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചല്ല. ബലത്തിൽ ഇപ്പോൾ JDS അവിടെ വിജയിക്കാനും പോകുന്നില്ല, BJPക്ക് കുറച്ച് സീറ്റുകൾ നഷ്ടമാവുകയും ചെയ്യും. പക്ഷേ BJP തെലുങ്കാനയിൽ മോശമല്ലാത്തൊരു പെർഫോമൻസ് നടത്തും. അപ്പോൾ തെലുങ്കാന, ആന്ധ്രാപ്രദേശിൽ TDPയുടെ ബേസിൽ, തമിഴ്നാട്ടിൽ കുറച്ചെങ്കിലും 2 സീറ്റ് കിട്ടാനുള്ള സാധ്യത, പിന്നെ കേരളത്തിലെ കാര്യം നമുക്ക് അറിഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സൗത്ത് ഇന്ത്യ വാഷ് ഔട്ട് ആവില്ല. കഴിഞ്ഞ തവണ 30 സീറ്റാണ് BJPക്ക് അവിടെ കിട്ടിയെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 28 സീറ്റിനടുത്ത് ഇപ്പോഴും മോശമല്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയും, പ്രൊവൈഡഡ് കർണാടകയിൽ ഒരു 14 സീറ്റ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ 14ഉം 8ഉം 22 തന്നെ കർണാടകയും തെലുങ്കാനയും ആകുമ്പോൾ തന്നെ, പിന്നെ ആന്ധ്രയിൽ 4 സീറ്റ് കിട്ടും. ഞാൻ 28ൻ്റെ കണക്കതാണ്. പക്ഷേ അവിടെ നോക്കേണ്ടത് വോട്ട് ഷെയർ വർദ്ധിക്കുന്ന എത്രയാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ വോട്ട് ഷെയർ BJPക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ സീറ്റുകൾ കോൺഗ്രസിന് അത്ര വർദ്ധിച്ചു. കോൺഗ്രസ് ആയിരിക്കും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ശക്തമാണ്. കാരണം കേരളത്തിൽ തന്നെ 15 കോൺഗ്രസിന് അവിടെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലേ? തമിഴ്നാട്ടിൽ DMK ഉള്ളതുകൊണ്ട് കുറഞ്ഞ പക്ഷേ 8 സീറ്റെങ്കിലും അവിടെ പ്രതീക്ഷിക്കാം. കർണാടകയിൽ ഒരു 18 സീറ്റെങ്കിലും പ്രതീക്ഷിക്കാം, അല്ലേ? 18 അല്ലെങ്കിൽ 15എങ്കിലും 14എങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ തന്നെ നമുക്ക് കൂടിയല്ലോ. പിന്നെ ആന്ധ്രയിൽ കുറച്ച് സീറ്റ് കിട്ടും, തെലുങ്കാനയിൽ 8 സീറ്റ്. അപ്പോൾ ഏതാണ്ട് ഒരു 48-50 സീറ്റ് സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റുകളിൽ നിന്ന് തമിഴ്നാട് കോൺഗ്രസിന് നേടിക്കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസിന് സൗത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ശക്തിയുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് ഗണ്യമായി വർദ്ധിക്കാൻ ഒരു അടിത്തറ സൗത്ത് ഇന്ത്യ നൽകുമ്പോൾ BJP അത്ര പുറകോട്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? പ്രത്യേകിച്ച് ഈ പൗരത്വ പ്രശ്നം ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക? വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ആസാം ഉൾപ്പെടെയുള്ള മേഖലകളിലും പശ്ചിമ ബംഗാളിലും പിന്നെ കൊച്ചു ആയിട്ടുള്ള ബാക്കിയുള്ള ഇടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും CAAക്ക് ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ തെക്ക് നിൽക്കുന്നതുകൊണ്ട് നമുക്കിത്ര അറിയുന്നില്ല. പക്ഷേ സമീപകാലത്ത് ശ്രദ്ധിച്ച് കാണും, കേരളത്തിലുള്ള ബംഗാളികൾക്ക് പൗരത്വം കൊടുത്തു എന്നാണ്. അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിലുള്ള മലയാളികൾക്ക്, ബംഗാളികൾ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ടാണല്ലോ കേരളത്തിലുള്ളവർക്ക് പൗരത്വം ഇപ്പോൾ ഇന്ത്യ കൊടുത്തു. അപ്പോൾ CAAയുടെ പ്രസക്തി ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അത് ആസാമിലും പശ്ചിമ ബംഗാളിലും സ്വാധീനിക്കും, മറ്റ് ചെറിയ സ്റ്റേറ്റുകളിലും സ്വാധീനിക്കും. കാരണം നമുക്ക് ഈ CAA വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിലും അതിനെ യഥാർത്ഥ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. അതായത് ഇന്ത്യയുടെ അയൽപക്കത്തുള്ള പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ
ഈ മേഖലയിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായ ആൾക്കാർക്ക് അവിടെ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് ഇന്ത്യയിലേക്ക് അവർ റെഫ്യൂജീസായിട്ട് വരികയും പിൽക്കാലത്ത് അവർക്ക് ഇവിടെ താമസിക്കണമെന്നുള്ള പൗരത്വത്തിൻ്റെ അപേക്ഷ കൊടുത്തപ്പോൾ അതിനനുകൂലമായൊരു തീരുമാനമെടുത്തപ്പോൾ ഇത് ശരിക്കും മറ്റൊരു രാജ്യത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന് പൗരത്വം കൊടുക്കാൻ തീരുമാനമെടുത്തില്ല എന്നുള്ള ആക്ഷേപമാണ് കേരളത്തിലെ ചർച്ചയിൽ വന്നത്. അവർ ഭൂരിപക്ഷത്തിന് എങ്ങനെയാണ് പീഡനം അനുഭവിക്കുന്നത്? പാകിസ്ഥാനിൽ ഭൂരിപക്ഷത്തിന് എങ്ങനെയാണ് പീഡനം അനുഭവിക്കുന്നത്? ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും എനിക്കത് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ആ നിലയിലാണ് നറേറ്റീവ് കൊണ്ടുപോയത്. പക്ഷേ യഥാർത്ഥത്തിൽ സിഖുകാർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധിസ്റ്റുകൾ, ജൈനുകൾ, ഈ വിഭാഗത്തിലുള്ള ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ഒത്തിരി കാലമായിട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവർക്കൊരു പൗരത്വം അതിൻ്റെ പ്രസക്തി നോർത്ത് ഈസ്റ്റിലും ആസാമിലും പശ്ചിമ ബംഗാളിലും ഉണ്ടാകും. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഈ സന്ദേശ് ഗാലി പോലെ തന്നെ പ്രസക്തമാണ് CAA. അത് തന്നെ ആസാമിലും സ്വാധീനിക്കും. അത് തീർച്ചയായിട്ടും അത് BJPക്ക് അനുകൂലമായി വരാനാണ് സാധ്യത. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം മുതൽ ദേശീയ തലത്തിൽ വരെ വളരെ വിശദമായിട്ട് സംസാരിച്ചു, വളരെ ദീർഘമായി സംസാരിച്ചു. നന്ദി, നമസ്കാരം. നമസ്കാരം.